നമസ്കാരം. ജോയിയാണ്, ജോയി മാതിരിപ്പള്ളി. ഞാൻ പാട്ടുകാരൊന്നുമല്ല കേട്ടോ. കാരണം വിവാദമായി കഴിഞ്ഞപ്പോൾ എനിക്കും തോന്നിയൊരു പാട്ട് പാടണം. അതായത് നമ്മുടെ കുഞ്ഞുമക്കള് ഒരു ഭക്തിഗാനം വന്ദേ ഭാരത് ട്രെയിനിൽ പാടി കഴിഞ്ഞപ്പോൾ അത് നമ്മുടെ കേരളത്തിൽ ഭയങ്കര വിവാദമായി. മറ്റുള്ള കാര്യങ്ങൾ പാട്ടുകളും പാടിക്കഴിഞ്ഞാൽ കേരളത്തിൽ വിവാദമല്ല. അപ്പൊ ഞാനിന്ന് ആ പാട്ട് പാടാൻ ശ്രമിക്കാം. എനിക്കതൊരു വിവാദമായിട്ട് തോന്നില്ല. ഞാൻ പാട്ടുകാരനല്ല, വീണ്ടും പറയണം. ഞാനത് പാടാൻ ശ്രമിക്കാം. ഇനി അതും പറഞ്ഞ ആരും കളിയാക്കൊന്നും വേണ്ടട്ടോ. പിന്നെ കളിയാക്കല് നമുക്ക് പുത്തിരി ഒന്നല്ല, വേറെ കാര്യം. ഇതന്നെയാലും ഞാൻ പാടാം. പരമപവിത്രമതാമീ മണ്ണിൽ ഭാരതാംബയെ പൂജിക്കാൻ പുണ്യവാഹിനി സേജനമേൽക്കും പൂങ്കാവനങ്ങളുണ്ടിവിടെ, പൂങ്കാവനങ്ങളുണ്ടിവിടെ. ഇനിയുണ്ടിട്ട വരികൾ പോലെ. അങ്ങനെ ഈ ഇതില് നമ്മള് പാടാൻ അറിയാത്തതുകൊണ്ട്, പാട്ടുകാരനല്ലാത്തതുകൊണ്ടാണ് ഞാൻ അത് ബാക്കിയുള്ള വായിക്കാം. ഇലയും ഇതളും പൂവും മുട്ടും ഇരുത്തടർത്ത് അർപ്പിച്ചിടാൻ തലകുമ്പിട്ട് തരും പൂങ്കൊമ്പുകൾ തറച്ചു വളരുന്നുണ്ടിവിടെ. അടിമുടി സേവന വാസന വിതറി അമ്മയ്ക്കർപ്പിച്ചിടാനായി പല നിറമെങ്കിലും ഒരു മനസ്സായി വിടർന്നിടും മുകുളങ്ങൾ. ഇതിലെവിടെയാണ് ഞാൻ നോക്കിയിട്ട്, ഇനിയുണ്ട് ഞാൻ നോക്കിയിട്ട് ഇതില് മോശമായിട്ടൊരു കാര്യം ഞാൻ കണ്ടില്ല. പിന്നെ ആ ട്രെയിനില്, ആ വന്ദേ ഭാരത് ട്രെയിനില് അതിന്റെ ഉദ്ഘാടന ഓട്ടത്തില് ആ സ്കൂൾ കുട്ടികൾ അവർക്കൊരു യാത്ര ചെയ്യാൻ അവസരം കിട്ടിയപ്പോ അവരൊരു പാട്ട് പാടി. അതാണ് തെറ്റ്. നമ്മുടെ നാടിന്റെ ഒരു അവസ്ഥയെ അതിനെ കൊണ്ട് വിവാദമാക്കുന്ന ഒരവസ്ഥ. എവിടേക്കാണ് നമ്മുടെ നാട് പോയിട്ടിരിക്കുന്നത്? വളരെ മോശമാണ്. ഈ വിവാദ നായകന്മാരും ഇങ്ങനെയുള്ള വിവാദം ഉണ്ടാക്കുന്ന ആൾക്കാരും ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. തലമുറയ്ക്ക് നമ്മൾ കൊടുക്കുന്നത് തെറ്റായ ഒരു സന്ദേശമാണ്. ഞാനൊക്കെ ചെറുപ്പത്തിൽ ടൂർ പോകാറുണ്ട്, പല പാട്ടുകളും നമ്മൾ പാടിയിട്ടുണ്ട്. അപ്പം അവിടെ വേറൊരു പാട്ടാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. നേരെ ഞാൻ ആ പാട്ട് പറയാനല്ല, ആ പാട്ടൊക്കെ പാടിയെങ്കിൽ ഇവിടെ ആരും ഒരു പ്രശ്നം ഉണ്ടാക്കില്ലായിരുന്നു. എന്തുതന്നെയായാലും നിർത്തുന്നു. നന്ദി, നമസ്കാരം.